നമസ്കാരം. ഇന്ന് ഏപ്രിൽ 29 തിങ്കളാഴ്ചയാണ്. ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഏതെല്ലാം രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്ന് ചന്ദ്രൻ ധനുരാശിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്നേ ദിവസം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ഠി തിഥി കൂടിയാണ്. കൂടാതെ ഇന്നേ ദിവസം ചില യോഗങ്ങൾ വന്ന് ഭവിക്കുന്നതായ ദിവസം കൂടിയാണ്. സിദ്ധയോഗം, രവിയോഗം, പൂരാടം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും ഇന്നേ ദിവസം നടക്കുന്നതാകുന്നു. അതിനാൽ ജ്യോതിഷം അനുസരിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ ഇന്ന് 4 രാശിക്കാർക്ക് ചില ശുഭകരമായ യോഗങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കാൻ പോകുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്നേ ദിവസം ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ പ്രോജക്റ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും കൂടുതൽ തന്നെയാകുന്നു. ഇന്ന് ജോലിയിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ ദിവസമായി തന്നെ മാറും. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇന്ന്. കൂടാതെ പ്രണയികൾക്കും ഇന്നേ ദിവസം അനുകൂലമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഇന്നേ ദിവസം കച്ചവടം വർദ്ധിക്കുന്നതായ ദിവസമായി മാറുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തർക്കങ്ങളുണ്ട് എങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടുവാനുള്ള അവസരങ്ങളും സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഈ രാശിക്കാർ ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഇന്നേ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ശുഭകരമായ വാർത്തകൾ ഇന്നേ ദിവസം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. ജോലിയിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, സഹപ്രവർത്തകരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം വളരെ മികച്ചതായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ആരോഗ്യപരമായി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ ഇന്നേ ദിവസം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ മറ്റോ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് സഹായമായി ലഭിക്കുന്ന പണവുമാകാം. കൂടാതെ ഇന്നേ ദിവസം ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ആ തടസ്സങ്ങളെ ഒഴിവാക്കി സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ വന്നു ചേരുവാൻ ഇന്ന് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും.
മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയാം. കാരണം പരമശിവന്റെ കടാക്ഷത്താൽ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ ദിവസമാകുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടുതലായി ബിസിനസ്സിൽ നേട്ടങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ ചില പ്രോജക്റ്റുകൾ ലഭിക്കുക, അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാവുക. അത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടം വർദ്ധിക്കുക, ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവുകയോ ചെയ്യാം. പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരായ വ്യക്തികൾ ഉണ്ടാകാം. എന്നാൽ പലവിധ തടസ്സങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ അവസ്ഥയോ ഉണ്ട് എങ്കിൽ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ, ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഭവിക്കുവാനും വിദേശത്തെ പോകുവാനുള്ള അവസരങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. അതിനാൽ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്താവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം ധനപരമായി അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുന്നത് ശുഭകരവുമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഇന്നേ ദിവസം വന്നു ചേരാം. തീർച്ചയായും പരമശിവനെ ആരാധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസമാണ് ഇന്ന്. കാരണം സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ചില ഗുണകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്നേ ദിവസം ദൈനംദിന ജോലികൾ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉത്സാഹത്തോടെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. വളരെ കാലമായി ലഭിക്കാതിരുന്ന ധനമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ തിരികെ ലഭിക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമായ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളോ അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ് ഇന്നേ ദിവസം എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവിടുവാനും അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പലതും നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടം വർദ്ധിക്കുക, ധനപരമായ നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ്. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സഹായകരമായ ധനം കൈകളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിനും പൊതുവെ ഇന്നേ ദിവസം സമാധാനവും സന്തോഷവും വന്ന് ചേരാവുന്ന ദിവസമാണ്. എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾക്കും മറ്റും
പോകാതിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടമാവുകയും ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുകയും ചെയ്യാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.